മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മെമ്മോറാണ്ടം സമർപ്പിച്ച കോൺഗ്രസ് ക്രമക്കേട് നടന്നതിൽ തെളിവുകൾ ഹാജരാക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിലും വോട്ടെണ്ണലിലും ഗുരുതരമായ പൊരുത്തക്കേടുകൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മെമ്മോറാണ്ടം സമർപ്പിച്ചത്. പ്രസക്തമായ തെളിവുകൾ ഹാജരാക്കാനും മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. 12 പേജുള്ള മെമ്മോറാണ്ടത്തിൽ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറൈഷി വോട്ടർമാരുടെ ഡേറ്റയിൽ ഉന്നയിച്ച ക്രമക്കേടുകളും പ്രതിപക്ഷം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ വിഷയമാണെന്ന് എക്സിൽ മെമ്മോറാണ്ടം പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. 18 दिसंबर 2023 को सारे इंडिया जनबंधन के पार्टियों ने एक प्रस्ताव पारित किया था और वो प्रस्ताव था कि 100% वीवीपैट होना ज़रूरी है. हमने समय मांगा चुनाव आयोग से. चुनाव आयोग ने हमें समय नहीं दिया. वीवीपैट को लेकर चुनाव आयोग के साथ कभी हमारी बातचीत नहीं हुई है. വോട്ടർമാരെ ഏകപക്ഷീയമായി ഒഴിവാക്കി ഓരോ മണ്ഡലത്തിലും 10,000-ലധികം വോട്ടർമാരെ ഉൾപ്പെടുത്തി എന്നീ പരാതികളാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2024 ജൂലൈ മുതൽ നവംബർ വരെ വോട്ടർ പട്ടികയിൽ ഏകദേശം 47 ലക്ഷം വോട്ടർമാരുടെ വർധനവുണ്ടായതായും പരാതിയിൽ പറയുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്തെന്നും ആരോപണമുണ്ട്. ശരാശരി 50,000 വോട്ടർമാരുടെ വർധനവുണ്ടായ 50 നിയമസഭാ മണ്ഡലങ്ങളിൽ 47 മണ്ഡലങ്ങളിലും വിജയിച്ചത് ഭരണകക്ഷിയായ മഹായുതിയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിഷയം നേരത്തെ കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും കമ്മീഷൻ ഉചിതമായ നടപടികളൊന്നും എടുത്തില്ലെന്നും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ചുമതലക്കാരനായ രമേശ് ചെന്നിത്തല, നാനാ പട്ടോലെ, AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവർ ആരോപിക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.